എനിക്ക് ഇറ്റലിയിലെ ലാൻസിയാനയിൽ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടന്ന സ്ഥലത്ത് പോകാനുള്ള അവസരം കിട്ടി. 8th സെഞ്ച്വറിയിൽ ബസിലിയൻ സന്യാസിനി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അധികമായി സംശയിച്ചിരുന്നു. അങ്ങനെ ആ സന്യാസിനി പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ, അതായത് രക്തവും വീഞ്ഞും ഉയർത്തിയപ്പോൾ, അത് യേശുവിൻ്റെ ശരീരമായി മാറിയതാണ് ഇതിൽ കാണുന്നത്. അതിൻ്റെ താഴെ കാണുന്നതാണ് യേശുവിൻ്റെ രക്തം ആയി മാറിയത്. ഇതാണ് വീഞ്ഞ് രക്തമായി മാറിയതാണ് ഇത്. ഇതിനെക്കുറിച്ച് പല സയൻറ്റിഫിക് സ്റ്റഡികൾ എല്ലാം നടത്തിയിട്ട് അവർക്ക് ഇത് ശരിക്കും രക്തമാണെന്നും അതുപോലെ തന്നെ ഇത് ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തിലുള്ള കോശമാണെന്നും മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ റിസൾട്ടുകളാണ് ഇവിടെ ഓരോന്നായിട്ട് കാണിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന യേശു പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾക്ക് അപ്പവും വീഞ്ഞുമായി മാറുന്നത് അവിടുത്തെ സ്വന്തം ശരീരരക്തങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടാണ്. ഇതാണ് ആ റിസൾട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും. അവിടെ നമുക്ക് ചെന്നാൽ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാർ പൂർണ്ണമായും തെളിയിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളുടെ റിസൾട്ടും അവിടെ നമ്മൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന മസ്കുലർ സെൽ വിത്ത് ലോങ്ങിറ്റ്യൂഡൽ, അത് ഹൃദയത്തിൻ്റെ ഭാഗത്തുള്ള സെല്ലാണെന്നാണ്. അതായത് നമ്മളൊരു ബ്ലഡ് അല്ലെങ്കിൽ കോശം പരിശോധിക്കുമ്പോൾ കാണുന്ന റിസൾട്ടുകളാണ് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നത്. ഹൃദയത്തിൻ്റെ ഭാഗമാണെന്നാണ് ഇത് കണ്ടോ. ഇതായത് ഹൃദയത്തിൻ്റെ ഭാഗത്തുള്ള കോശമാണ് ഈ ബ്ലഡിൽ നമ്മൾ, അതായത് പരിശുദ്ധ കുർബാന ഉയർത്തിയപ്പോൾ സംഭവിച്ച അത്ഭുതത്തിലൂടെ, അതായത് നമുക്ക് എന്നും സ്വീകരിക്കുന്ന വീഞ്ഞും അപ്പവും യേശുവിൻ്റെ തിരുശരീര ശരീരവുമാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു ഒന്നാന്തരം തെളിവാണിത്. അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ പരിശുദ്ധ കുർബാനയെ പൂർണ്ണമായും ആരാധിക്കാം.